ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40 എടുക്കുക. കണ്ടില്ലേ എന്താ പിക്ചറിൽ കാണുന്ന? വി ക്യാൻ സി 3 eggs അല്ലേ? 3 മുട്ടകൾ കാണാണ്ടല്ലോ. ഹൂസ് എഗ്സ് ആർ ദീസ്? ഇത് ആരുടെ മുട്ടകളാണ്? നമുക്കറിയാമല്ലേ ആരുടെയാ? പോളിയുടെ മുട്ടകളല്ലേ? ദീസ് ആർ പോളീസ് എഗ്സ്. ഇതെല്ലാം പോളിയുടെ മുട്ടകളാണ്. സെക്കൻഡ് പിക്ചറിൽ എന്താ കാണുന്നത്? വി ക്യാൻ സി എ ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫ്രം ദ എഗ് അല്ലേ? ഒരു തത്തക്കുഞ്ഞ് എഗ്ഗിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ? ദെൻ വാട്ട് ഡസ് ദ ചിക്ക് സേ? എന്താണ് ചിക്ക് പറയുന്നത്? തത്തക്കുഞ്ഞ് എന്താ പറയണത്? ഐ ആം ഔട്ട്. ഞാൻ പുറത്തേക്ക് വന്നു എന്ന് പറയുകയാണല്ലേ. ഐ ആം ഔട്ട്. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. ആദ്യത്തെ തത്തക്കുഞ്ഞ് പുറത്തോട്ട് വന്നു. ഇനി നെക്സ്റ്റ് പിക്ചറിൽ നമുക്ക് എന്താ കാണുക? വി ക്യാൻ സി 2 chicks കം ഔട്ട് ഫ്രം ദ എഗ്സ് അല്ലേ? 2 തത്തക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ തത്തക്കുഞ്ഞും പുറത്തേക്ക് വന്നു. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റും പുറത്തേക്ക് വന്നു അല്ലേ? ഹൗ മെനി ലിറ്റിൽ പാരറ്റ്സ് ആർ ദർ? ഇപ്പോൾ എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉണ്ട്? നൗ ദർ ആർ 3 ലിറ്റിൽ പാരറ്റ്സ് അല്ലേ? ഇപ്പോൾ 3 തത്തക്കുഞ്ഞുങ്ങളാണുള്ളത് അല്ലേ? ദെൻ വാട്ട് ഡസ് ദ തേർഡ് ലിറ്റിൽ പാരറ്റ് സേ? എന്താണ് മൂന്നാമത്തെ തത്തക്കുഞ്ഞ് പറയണത് നോക്കൂ. ഐ ആം ഔട്ട് ടു. ഞാനും പുറത്തേക്ക് വന്നു എന്ന് പറയുകയാണ് അല്ലേ? നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുക? വി ക്യാൻ സി പോളി വിത്ത് ഹെർ ചിക്സ്. അവളുടെ പോളിയുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമുക്ക് പോളീനെ കാണാണ്ടല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഒരു പോയം നോക്കൂ. 1 ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. ദ 3 ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദെയർ ഐസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തത്തക്കുഞ്ഞ് ആദ്യം പുറത്തേക്ക് വന്നു, രണ്ടാമത്തെ തത്തക്കുഞ്ഞ് നെക്സ്റ്റ് പുറത്തേക്ക് വന്നു. ദെൻ 3 തത്തക്കുഞ്ഞുങ്ങളും അവരുടെ കണ്ണുകൾ തുറന്നു. ഓപ്പൺ ദെയർ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കണ്ണുകൾ തുറന്നു. ഇനി ആക്ടിവിറ്റി 8, വാട്ട് ഡസ് ദ പോളി സേ? എന്ത് പോളി പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, തത്തക്കുഞ്ഞുങ്ങൾ എന്തോ പറയുന്നുണ്ടല്ലേ? എന്താ പറയണേ? ഹി മോം എന്ന് പറയാണ്, അമ്മേന്ന് വിളിക്കുകയാണല്ലേ. അപ്പോൾ എന്താവും പോളി പറയുക? ഹായ് ചിക്സ് എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ഹായ് ലിറ്റിൽ വൺസ് എന്നും പറയാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 9, വാട്ട് ഡു ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. എന്തൊക്കെയാണ് ലിറ്റിൽ പാരറ്റ്സ് കഴിക്കുക? അവരുടെ ഭക്ഷണം ആ ബൗള് കണ്ടോ, കാണിച്ചിരിക്കുന്നത് കണ്ടോ? അവർ കഴിക്കുന്ന ഭക്ഷണം ആ ബൗളിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കണ്ടോ പിക്ചറിൽ ലിറ്റിൽ പാരറ്റ്സിനെ നോക്കൂ. ലുക്ക് അറ്റ് ദം. വാട്ട് ചേഞ്ചസ് ഡു യു സീ? എന്തു മാറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആദ്യം ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോൾ? അല്ല അല്ലേ? എന്താണ്? അവർ വളർന്നു. ദേ ഗ്രോൺ അപ്പ്. ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർന്നു. എങ്ങനെയാണ് വളർന്നുണ്ടാവുക? ബൈ ഈറ്റിംഗ് ഫുഡ് അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് ലിറ്റിൽ പാരറ്റ്സ് കഴിക്കുക? നമുക്കൊന്ന് പറയാം അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കുമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് എന്തെങ്കിലും വരയ്ക്കുക. ചെറി വരയ്ക്കാം, ബനാന വരയ്ക്കാം, ആപ്പിൾ വരയ്ക്കാം, അങ്ങനെ എന്തെങ്കിലും, ഗ്രേപ്സ്. ഓക്കെ. ദെൻ നമുക്ക് വെജിറ്റബിൾസ് കഴിക്കും. അപ്പോൾ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും വരച്ച് ചേർക്കാം. ദെൻ നട്ട്സ്. നട്ട്സ് എന്ന് പറഞ്ഞാൽ പരിപ്പ്. ദെൻ സീഡ്സ്, വിത്തുകൾ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ വരച്ച് ചേർക്കാം. പോളി ഹാസ് ഡാഷ് ലിറ്റിൽ പാരറ്റ്സ്. പോളിക്ക് എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉള്ളത്? 3 അല്ലേ? പോളി ഹാസ് 3 ലിറ്റിൽ പാരറ്റ്സ്. ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്. ലിറ്റിൽ പാരറ്റ്സ് എന്തൊക്കെയാണ് കഴിക്കുക? ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ആൻഡ് സീഡ്സ്. അങ്ങനെ എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇവിടെ എന്താ നമുക്ക് കാണുന്നത്? ദ ലിറ്റിൽ പാരറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക കേട്ടോ. ലിറ്റിൽ പാരറ്റ്സ് അവരെ സ്വയം പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാ നോക്കൂ. ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് എന്താ പറയണത്? ഐ ആം ജിൽ. എന്താണ്? ഞാൻ ജില്ലാണ്. നെക്സ്റ്റ് ലിറ്റിൽ പാരറ്റ് എന്താ പറയണത്? ഐ ആം ഡിൽ. ഞാൻ ഡില്ലാണ്. നെക്സ്റ്റ് വൺ നോക്കൂ. മൈ നെയിം ഈസ് റിൽ. എൻ്റെ പേര് റിൽ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റിൻ്റെ പേര് ജിൽ, സെക്കൻഡ് വണ്ണിൻ്റെ പേരെന്താ? ഡിൽ, തേർഡ് വണ്ണിൻ്റെ പേരെന്താ? റിൽ. ലുക്ക് അറ്റ് ദ പാരറ്റ്സ്. ആർ ദേ എലൈക്ക്?
പാരറ്റ്സിനെ നോക്കൂ, എല്ലാം ഒരുപോലെ ഉണ്ടോ? നമുക്ക് നോക്കാം അല്ലേ. ദെൻ ഫസ്റ്റ് പാരറ്റിനെ നോക്കുക. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരറ്റ്. ഹൗ ഈസ് ഇറ്റ്സ് ബീക്ക്? അതിൻ്റെ ബീക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയാ ബീക്ക്? കൊക്ക് എങ്ങനെയുണ്ട്? ദ ഫസ്റ്റ് പാരറ്റ് ബീക്ക് ഈസ് ബിഗ്. എന്താണ് ആദ്യത്തെ പാരറ്റിൻ്റെ ബീക്ക് എങ്ങനെയാ? കൊക്ക് എങ്ങനെയാ? ബിഗ് ആണല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താ അതിൻ്റെ പേര്? നമ്മൾ നോക്കിയിരുന്നു. എന്താ പേര്? ജില്ലല്ലേ. അപ്പോൾ ഹൂ ഹാസ് എ ബിഗ് ബീക്ക്? ആർക്കാണ് അപ്പോൾ ബിഗ് ബീക്ക് ഉള്ളത്? ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ജില്ലിനാണ് വലിയ കൊക്കുള്ളത്. നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് പാരറ്റ്. ഇനി രണ്ടാമത്തെ പാരറ്റിനെ നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് വ്യത്യാസം? ഇറ്റ് ഹാസ് ലോങ് ലെഗ്സ് അല്ലേ. അതിൻ്റെ കാലുകൾ നോക്കൂ നിങ്ങൾ, നല്ല നീളമുള്ള കാലാണല്ലേ. കണ്ടോ നിങ്ങൾ? വ്യത്യാസം മനസ്സിലായോ? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താ അതിൻ്റെ പേര്? നമ്മൾ കണ്ടിരുന്നു. എന്താണ്? ഡിൽ എന്നാണല്ലേ. ഇറ്റ്സ് നെയിം ഈസ് ഡിൽ. ഹൂ ഹാസ് ലോങ് ലെഗ്സ്? ആർക്കാണ് നീളമുള്ള കാലുകളുള്ളത്? ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിനാണ് നീളമുള്ള കാലുള്ളത് അല്ലേ. ദെൻ ലുക്ക് അറ്റ് ദ തേർഡ് പാരറ്റ്. മൂന്നാമത്തെ പാരറ്റിനെ നോക്കൂ. ഈസ് ഇറ്റ് ഹാസ് എനി ഡിഫറൻസ്? അതിന് വല്ല ഡിഫറൻസും ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? ഉണ്ട് അല്ലേ. യെസ്. എന്താ വ്യത്യാസം? ഇറ്റ് ഹാസ് എ റിങ്. കണ്ടോ? അറൗണ്ട് ഇറ്റ്സ് നെക്ക്. എന്താണ് കഴുത്തിന് ചുറ്റും ഒരു റിങ് ഉണ്ടല്ലേ. കണ്ടില്ലേ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റിങ്? എന്താണ് ആ റിങ്ങിൻ്റെ കളറ്? റിങ് ഈസ് റെഡ് ഇൻ കളർ. റിങ് എന്ത് കളറാണ്? റെഡ് ഇൻ കളറാണല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താണ് ആ പാരറ്റിൻ്റെ പേരെന്താ? എന്താണ്? റിൽ ആണല്ലേ. ഇറ്റ്സ് നെയിം ഈസ് റിൽ. ഹൂ ഹാസ് എ റെഡ് റിങ്? ആർക്കാണ് റെഡ് റിങ് ഉള്ളത്? റിൽ ഹാസ് എ റെഡ് റിങ്. റില്ലിനാണ് റെഡ് റിങ് ഉള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ജിൽ, ഡിൽ ആൻഡ് റിൽ. ഐ ആം ജിൽ. ഐ ഹാവ് എ ബിഗ്. എന്താണ് വരിക? ഡാഷ് എന്ന് തന്നിരിക്കുന്നു അല്ലേ. ഞാൻ ജില്ലാണ്. എനിക്ക് ഒരു വലിയ എന്താണത്? കൊക്കുണ്ട് എന്നല്ലേ. ഐ ഹാവ് എ ബിഗ് ബീക്ക്. ദ നെക്സ്റ്റ് ഐ ആം ഡിൽ. ഐ ഹാവ് ഡാഷ് ലെഗ്സ്. എന്താണ്? ഐ ഹാവ് ലോങ് ലെഗ്സ്. ലോങ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ലെഗ്സ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. ഐ ആം റിൽ ഡാഷ് എ റെഡ് റിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഐ ഹാവ് എ റെഡ് റിങ്. എനിക്കൊരു ചുവന്ന വളയമുണ്ട്. ഹാസും ഹാവും ഫസ്റ്റ് യൂണിറ്റ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 11. ലെറ്റ് us സിങ് ആൻഡ് ആഡ് ലൈൻസ് ടു ദ റൈം. അതായത് റൈം പാടിയിട്ട് അതിൽ ലൈൻസ് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. റൈം നോക്കൂ കേട്ടോ. 1 2 3 ജിൽ ഡിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. 1 2 3 ജിൽ ഡിൽ റിൽ എന്താ ചെയ്യുന്നത്? ഫ്ലൈ ആൻഡ് ഫ്ലൈ, പറക്കുന്നു അല്ലേ. എവിടെയാ? അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ പറക്കുന്നു. ഇതിനടുത്തത് എന്താണ്? 1 2 3 ജിൽ ഡിൽ റിൽ. ഇത് നമുക്ക് ആ ലൈന് ആഡ് ചെയ്യണമല്ലേ. ഡാഷ് എന്ന് തന്നിരിക്കുന്നു. അപ്പ് ഇൻ ദ സ്കൈ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാം? സ്വിങ് ആൻഡ് സിങ് എന്ന് എഴുതിക്കോടെ. അപ്പോൾ 1 2 3 ജിൽ ഡിൽ റിൽ സിങ് ആൻഡ് സിങ് അപ്പ് ഇൻ ദ സ്കൈ. സിങ് എന്ന് പറഞ്ഞാൽ പാടുക. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 2 3 ജിൽ ഡിൽ റിൽ ചിർപ്പ് ആൻഡ് ചിർപ്പ് അപ്പ് ഇൻ ദ സ്കൈ. അങ്ങനെയും എഴുതാം. ചിർപ്പ് എന്ന് പറഞ്ഞാൽ കുറുക, പക്ഷികൾ കുറുകില്ലേ, അതിനാണ് ചിർപ്പ് എന്ന് പറയുക. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.